ഹലോ ഗൈസ്, നമ്മുടെ ഫൈറ്റർ നമ്മളെ വിട്ട് പോയി. ഒരു വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫൈറ്റർ ആയിരുന്നു. ഇട്ടുകൊടുത്തത് കൂടിപ്പോയത് കൊണ്ടാണ് ഫൈറ്റർ ചത്തുപോയെന്ന് തോന്നുന്നത്. ഇവർ രണ്ടുപേരും ഇന്ന് ആകെ വിഷമത്തിലാണ്. രണ്ടുപേരും നല്ലപോലെ കൊണ്ടു നടന്നൊരു ഫൈറ്ററായിരുന്നു. മത്സരിച്ച് തീറ്റിയിട്ട് കൊടുത്തതിൻ്റെ പേരിലാണോ ഫൈറ്റർ പോയതെന്നൊന്നും അറിയത്തില്ല. എങ്കിലും പോകേണ്ടത് പോയി. രണ്ടുപേരുടെയും നിർബന്ധത്തിന് വഴങ്ങി അവസാനം നമ്മൾ പുതിയൊരു ഫൈറ്ററിനെ മേടിക്കാനായി പുറപ്പെട്ടു. കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവന്മാർക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഏതിനെ എടുക്കണമെന്ന്. എല്ലാത്തിനെയും മേടിച്ചുകൊണ്ടെങ്കിൽ വന്നാലോ എന്ന് വരെ തീരുമാനിച്ചുറപ്പിച്ചു രണ്ടുപേരും കൂടി. പിന്നെ അതിൽ നിന്നും രണ്ടുപേർക്കും കൂടി സെലക്ട് ചെയ്ത് ഒരെണ്ണത്തിനെ മേടിച്ചു. ഫൈറ്റർ പോലെയുള്ള ഒരു സിംഗിൾ ഫിഷിനെ ഇടാൻ പറ്റിയ ഒരു ബൗളാണിത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ ആ ഫൈറ്ററിനെ ഇടാമെന്ന് വിചാരിച്ച് എടുത്തതാണ്. പക്ഷേ ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വീണ്ടും അത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നു. ഫിഷിനെ എപ്പോഴും ഇങ്ങനെ കയ്യിലോട്ട് കോരിയെടുക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് പിന്നെ ഈ ബൗൾ മാറ്റി വേറൊരു ബൗളിലോട്ടാക്കിയിട്ട് നല്ലൊരു ബ്ലൂ കളർ ഫൈറ്ററിനെയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അത് ആരെയും കൊണ്ട് ഇടിപ്പിക്കാതെ ഇച്ചു തന്നെ അതിനകത്ത് ഇട്ടേക്കുവാണ്. ഇതിനിപ്പോൾ നമ്മൾ പെല്ലറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പെല്ലറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു 2 പെല്ലറ്റ്സ് മോർണിംഗ്, ഒരു 2 പെല്ലറ്റ്സ് ഈവനിങ് അങ്ങനെയായിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇവിടെ ഇപ്പം രണ്ടുപേരും കൂടി മത്സരിച്ചിട്ട് കൊടുത്തിട്ട് ഫുഡ് ഇപ്പോൾ ഓവർ ഫീഡിങ് ആണ്. പുതിയ ഫിഷിനെ മേടിച്ചപ്പോൾ എന്തായാലും രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട്, ഒരാൾ മോർണിംഗിലും ഒരാൾ ഈവനിങ്ങിലും. അങ്ങനെ ഒരു കരാർ ഉറപ്പിച്ചതിന് ശേഷമാണ് പുതിയ ഫിഷിനെ മേടിച്ചത്. അക്യൂറിറ്റി പോയിട്ട് നല്ലത് നോക്കി മേടിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞത് നോക്കി മേടിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കേട്ടോ. മുമ്പൊരിക്കൽ ഞങ്ങൾ മേടിച്ചത് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഓവർ ഫീഡിംഗ് ഒന്നും ഇല്ലായിരുന്നു. അന്ന് കൃത്യമായിട്ട് തന്നെ ആഹാരമൊക്കെ കൊടുത്ത് നോക്കിയതായിരുന്നു. പക്ഷേ അത് ഒത്തിരി പ്രായം കൂടിയതാണെന്ന് തോന്നുന്നു, വേഗം അത് പോയി. പിന്നെ ക്ലീനിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലാണ് ഞങ്ങൾ വെള്ളം മാറ്റാറുള്ളത്. പിന്നെ പുതിയതായിട്ട് എടുക്കുന്ന വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടിട്ട് പിന്നെ ഫിഷിനെ അതിനകത്തോട്ട് ഇടുക ചെയ്യുന്നത്.